ബി.ജെ.പി. നേതാവ് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനുമെതിരെ 3 ജീവനക്കാർ, അതായത് ദിയയുടെ ഓഫീസിലെ 3 ജീവനക്കാർ പരാതി നൽകി. ജാതി കാർഡ് ഇറക്കിയാണ് ഇവർ പരാതി നൽകിയത്. തങ്ങളെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു, തങ്ങളെ ചൂഷണം ചെയ്തു, മാനസികമായി തകർത്തു, നികുതി വെട്ടിപ്പ് നടത്താനാണ് ദിയ ഇതെല്ലാം നടത്തിയതെന്നൊക്കെയുള്ളതാണ് ഇവർ പറഞ്ഞത്. പിന്നീട് ആ കള്ളങ്ങൾ അടിമുടി പൊളിഞ്ഞു. കാരണം ഇവരെടുത്ത ഒരു വീഡിയോ തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് ലീക്കാവുന്നു. അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. അതിൽ 50,000 രൂപ വെച്ച് ഓരോരുത്തർ എടുത്തു എന്ന് പറയുന്നു. മാത്രമല്ല, ഈ പെൺകുട്ടികൾ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞത് ഞങ്ങൾ 8,82,000 രൂപ ദിയ കൃഷ്ണയ്ക്ക് നൽകി എന്നുള്ളത്. ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം ഒരുപാട് എത്തിയിട്ടുണ്ട് എന്നത് മനസ്സിലാക്കി മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിലൊരു പെൺകുട്ടി പറയുന്നു, എൻ്റെ ചേട്ടൻ അബ്രോഡാണ്, ചേട്ടന് 1 ലക്ഷവും 2 ലക്ഷവും 3 ലക്ഷവും ഒക്കെ ചില മാസങ്ങളിൽ കിട്ടും, അതെനിക്ക് അയച്ചു തരുന്നതാണ്, അക്കൗണ്ടിൽ കാണുന്നതാണ്. മൊത്തത്തിൽ ഈ ജീവനക്കാർ പറഞ്ഞ കള്ളം മൊത്തവും പൊളിഞ്ഞിരിക്കുകയാണ്. എന്തായിരിക്കും അവർ ഉദ്ദേശിച്ചത്? ശരിക്കും പറഞ്ഞപ്പോൾ ദിയ കൃഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു സ്ഥാപനം നടത്തുന്നു, ഒരു ബുട്ടീക്ക് നടത്തുന്നു, 2-3 സ്റ്റാഫിനെ വെക്കുന്നു, അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. പിന്നീട് ഇവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവർ പ്രഗ്നൻ്റ് ആകുന്നു. ഇവർക്ക് സ്വാഭാവികമായിട്ടും ഷോപ്പിൽ വരാൻ പറ്റുന്നില്ല. അപ്പം ആ നിൽക്കുന്ന സ്റ്റാഫിനെ വിശ്വസിച്ച് ഇവർ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ബി.ജെ.പി. നേതാവ് അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ അച്ഛൻ, അയാളും ഇതിനകത്ത് കുറച്ചൊക്കെ ഇൻവോൾവ് ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് പൂർണ്ണമായിട്ടും ഇതുമായിട്ട് സഹകരിക്കുന്നില്ലെന്നാണ് മനസ്സിലാകുന്നത്. ഭർത്താവ്, ഈ ദിയയുടെ ഭർത്താവ് ഇതിനകത്ത് പൂർണ്ണമായിട്ടും സഹകരിച്ചിട്ടൊന്നുമില്ല. കാരണം അയാളുടെ തിരക്ക് ഉണ്ട്. പക്ഷേ അപ്പോൾ ഇവരെല്ലാം തന്നെ ഈ ജോലിക്കാരെ വിശ്വസിച്ചു. ഇപ്പോൾ പുറത്തു വന്ന വിവരം അനുസരിച്ച് ഈ ദിയയും കുടുംബവും ഈ ജോലിക്കാരെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, ഞങ്ങളെ മാനസികമായി പീഡിപ്പിച്ച് കയ്യിലുള്ള സ്വർണം മുഴുവൻ പണയം വെപ്പിച്ചിട്ട് ആ പണം അടിച്ചു മാറ്റുന്നു. ഈ രീതിയിലാണ് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബി.ജെ.പി. നേതാവിനെതിരെ വാർത്തകൾ വരുന്നു, ചാനൽ സ്ക്രോളിങ് വരുന്നു, ബ്രേക്കിംഗ് വരുന്നു, വലിയ സംഭവമാണ്. പക്ഷേ ഒടുവിൽ ചില സംഭവങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അപ്പാടെ മാറി മറിയുകയാണ്. അപ്പോൾ ഈ ബൊട്ടീക്കിൻ്റെയൊക്കെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നതിനിടയിൽ സ്വാഭാവികമായും ജീവനക്കാരെ വിശ്വസിച്ചാണല്ലോ നടക്കുന്നത്. അപ്പോൾ ചെറിയ തോതിലുള്ള കച്ചവടം ഉണ്ടാകും, ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് ഉണ്ടാകും. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പണം കൊടുക്കാൻ പോകുമ്പോൾ സ്ഥാപനത്തിലെ QR കോഡ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ സ്റ്റാഫിൻ്റെ ഒരു QR കോഡ് കാണിക്കുന്നു. നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു കടയിൽ QR കോഡ് ആരുടെയാണോ നമ്മളവിടെ പണം പേ ചെയ്യുന്നു. പക്ഷേ ഇവരുമായിട്ട് അടുപ്പമുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളപ്പോൾ ചോദിക്കുന്നു, ഇത് ദിയയുടെ അല്ലല്ലോ, പേര് എന്തായാലും ദിയ അല്ലല്ലോ കാണിക്കുന്നത്, അല്ലെ സ്ഥാപനത്തിൻ്റെ പേരല്ലോ കാണിക്കുന്നത്, അത് ഇന്ന കുഴപ്പം കൊണ്ടാണ്, അത് മറ്റേ കുഴപ്പം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ അത് ന്യൂട്രലൈസ് ചെയ്യുന്നു. എന്നിട്ടാണ് പറയുന്നത്, ഇവർ തന്നെ പുറത്ത് വീഡിയോയിൽ പറയുന്നു, ഞങ്ങൾക്ക് 1,500 രൂപ കിട്ടിയെങ്കിൽ ഞങ്ങളത് 3ആയിട്ടാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ 1,500 രൂപ കിട്ടുമ്പോൾ പോലും 3ആയിട്ട് പങ്കുവെക്കുകയാണെങ്കിൽ വൻതോതിലുള്ള കച്ചവടം നടക്കുമ്പോൾ ഈ പൈസ എങ്ങനെയാണ് ഇവർ ഷെയർ ചെയ്യുന്നത്? അപ്പോൾ ഇതിൽ സംശയമുണ്ട്. അപ്പോൾ 8 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു എന്ന് ഒടുവിൽ ഈ ദിയയ്ക്ക് മുമ്പിൽ ഇവർക്ക് സമ്മതിക്കേണ്ടി വരും. ദിയ വളരെ മോശമായിട്ട് തന്നെ ഇവരോട് പെരുമാറുന്നു. കാരണം നിങ്ങളെ അങ്ങനെയാണ് ഞാൻ വിശ്വസിച്ചത്, എന്നെ വായിലിരിക്കുന്നത് നിങ്ങൾ കേൾക്കരുത്, മര്യാദയ്ക്ക് അടിച്ചു പൊട്ടിക്കും, നിങ്ങളെ പോലീസ് സ്റ്റേഷൻ കയറ്റും എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നിലവിലുള്ള കണക്കനുസരിച്ച് 50 മുതൽ 60 ലക്ഷം രൂപ വരെ ഇവർ തട്ടിയെടുത്തു. ഇത്രയും വലിയ തുക തട്ടിയെടുത്തിട്ടും ഇവരത് അംഗീകരിക്കുന്നില്ല. മാത്രമല്ല വൻതോതിൽ ഇവർ ഓർഡർ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പിതാവായ കൃഷ്ണകുമാർ തന്നെ കേരളത്തിന് പുറത്തു പോയിട്ട് വസ്ത്രങ്ങൾ ഉൾപ്പെടെ വാങ്ങിക്കൊണ്ട് വരുന്നു. എന്നിട്ട് ഇത് വിൽപ്പന നടത്തിയോ എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഉത്തരം നൽകുന്നില്ല. മാത്രമല്ല ലോക്കലായിട്ട് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചാക്കയിൽ നിന്ന് ഉൾപ്പെടെ ചാലയിൽ നിന്ന് ചാലയിൽ നിന്ന് ഉൾപ്പെടെ ഈ വസ്ത്രങ്ങളുടെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഈ ബില്ല് കറക്റ്റായിട്ട് കൊടുക്കാതിരിക്കുന്നില്ല. അപ്പോൾ മൊത്തത്തിലൊരു ഉടായ്പ മണക്കുന്നുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങളെ ഹിന്ദു സമുദായത്തിലെ പിന്നോക്കക്കാരാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നു, ഞങ്ങളെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുന്നു ഒക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതിനപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങളാണെന്ന് പൊതുസമൂഹം ഇപ്പോൾ തിരിച്ചറിയുന്നു, അല്ലേ? ശരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജാതി പറഞ്ഞു, ഇപ്പോൾ വേടൻ്റെയൊക്കെ ജാതി പറഞ്ഞാണ് ആക്ഷേപിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വേടനൊക്കെ വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. ഇപ്പം ഇവരെ കൃത്യമായി ആരോ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഇവർ പറയുന്നു ദിയയുടെ ഭർത്താവ് ഒരു പൂവാളനാണ്, അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ പറ്റില്ല. എങ്കിൽ പിന്നെ ഇവർ എന്തുകൊണ്ട് നേരത്തെ ഇത് പോലീസിൽ പറഞ്ഞില്ല? ദിയ നികുതി വെട്ടിപ്പ് നടത്തുന്നെന്ന് ഇവർക്ക് മനസ്സിലായി, എന്തുകൊണ്ട് ഇവർ അത് പോലീസിൽ പറഞ്ഞില്ല? ദിയയുടെ സ്വഭാവം ശരിയല്ല, ദിയ ജാതി അധിക്ഷേപം നടത്തുന്നു, എന്തുകൊണ്ട് ഇവർ പോലീസിൽ പറഞ്ഞില്ല? അതവിടെ നിൽക്കട്ടെ. ഇനി ബി.ജെ.പി. നേതാവാണ് കൃഷ്ണകുമാറിന് വലിയ പിടിപാടുകൾ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ പറഞ്ഞാൽ അത് പിന്നെ ഇവർക്ക് തന്നെ പ്രശ്നമുണ്ടാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ടായിരിക്കും പറയാത്തത്. അതവിടെ നിൽക്കട്ടെ. 8,82,000 രൂപ ദിയ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഇവർ കൊണ്ട് കൊടുക്കേണ്ടതിൻ്റെ കാര്യം എന്താണ്? ഇവർ പണം കട്ടിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല എങ്കിൽ, ഇവർ തട്ടിപ്പ് നടത്തിയിട്ടില്ല എങ്കിൽ എന്തിനാണ് ഇവരുടെ സ്വർണ്ണമൊക്കെ ഇതിനു വേണ്ടി 8 ലക്ഷം രൂപയ്ക്കുള്ള സ്വർണം എവിടെ നിന്നാണ് ഇവർക്ക്? ഇവര് അന്നുള്ള ജീവിക്കാൻ നമ്മളെയൊക്കെ പോലെ സാധാരണക്കാരാണ്, അന്നുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു തുകയ്ക്ക് ജോലി ചെയ്യാൻ വരുന്നവരാണ്. ഇവരുടെ കയ്യിൽ എങ്ങനെയാണ് 8 ലക്ഷം രൂപ വന്നത്? ഇവരുടെ അക്കൗണ്ടിൽ ഇപ്പം അബ്രോഡിൽ നിന്നാണോ പണം വന്നതെന്നറിയാൻ
പിന്നെ അന്വേഷണ ഏജൻസിക്ക് വലിയ കാലതാമസമൊന്നും വേണ്ട. ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് എവിടെ നിന്നാണ് ഈ പണം വന്നത്? ഇവരെന്തിനാണ് ഈ കള്ളം പറയുന്നത്? നമ്മുടെ നിയമവ്യവസ്ഥയെ അവർ വെല്ലുവിളിക്കുകയാണോ? നമ്മുടെ പോലീസിനെ വെല്ലുവിളിക്കുന്നു, നമ്മുടെ അന്വേഷണത്തെ വെല്ലുവിളിക്കുന്നു, നമ്മുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നു. കാരണം ഇതൊന്നും കണ്ടുപിടിക്കപ്പെടില്ല. ആരോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി മാധ്യമങ്ങളുടെ മുന്നിൽ ചെന്ന് ജാതി കാർഡ് ഇറക്കി കഴിഞ്ഞാൽ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തോളും. BJP നേതാവിന്റെ മകൾ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു, വലിയ സ്ക്രോളും വലിയ വാർത്തയുമായിട്ട് അതിപ്പോൾ അന്തി ചർച്ചകളാവും. ദിയക്കെതിരെ വലിയ സൈബർ ആക്രമണം നടക്കും, പിന്നെ അത് വേറെ വിഷയങ്ങളിലേക്ക് കിടക്കും. അപ്പോൾ ഈ വിഷയം മൂടപ്പെടും എന്നാണ് ഇവർ കരുതിയത്. പക്ഷേ ഇവർക്ക് തെറ്റിയത് ഈ ദിയ കൃഷ്ണ എന്ന് പറയുന്നത് വർഷങ്ങളായി യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ഒരു പെൺകുട്ടിയാണ്. ഇവർക്ക് ഏകദേശം 1 മില്യന് മുകളിൽ പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലാണ് ഇവർക്ക്. ഇവർക്കറിയാം സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, എന്തൊക്കെയാണ് വരുന്നത്. പ്രത്യേകിച്ച് ഒരു അത്യാവശ്യം സെലിബ്രിറ്റി കൂടിയായ ഒരു പെൺകുട്ടിയാണ് ഈ ദിയ കൃഷ്ണ. അപ്പോൾ ഈ നാളെ ഒരു പ്രശ്നമുണ്ടായാൽ അത് തന്നെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്നും അവർക്കറിയാം. അതുകൊണ്ട് ഓരോ സെൻറ്റൻസും ഓരോ വാക്കും ഓരോ വീഡിയോയും അവരത് കൃത്യമായി അത് എന്താ പറയുക സേവ് ചെയ്ത് വെക്കും, അവർ വീഡിയോ എടുത്ത് വെക്കും, അവരത് കൃത്യമായി തെളിവുകൾ സൂക്ഷിക്കും. ഇതൊക്കെ അവർ ചെയ്യും. അവർ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, എനിക്ക് 2 മുഖമുണ്ട്, എൻ്റെ നല്ല മുഖം മാത്രമേ ഞാൻ പുറത്ത് കാണിച്ചിട്ടുള്ളൂ, എനിക്ക് മറ്റൊരു മുഖമുണ്ട്. അത് പറയാൻ അവരെ പ്രേരിപ്പിച്ചത് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഒരു കൂസലും ഇല്ലാതെ എടുത്തുകൊണ്ട് പോയതിൻ്റെ ഭാഗം. നമ്മൾ കഷ്ടപ്പെട്ട 1 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ കളഞ്ഞു പോയാൽ നമുക്കുണ്ടാവുന്ന ടെൻഷൻ ഞാനൊക്കെ അത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഒരു 100 രൂപ വെച്ചിട്ട് കാണാതെ പോകുമ്പോൾ ആ 100 രൂപ ഇവിടെ പോയോ? കാരണം 100 രൂപ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ തുകയാണ്. അത് കാണാതെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അവർ കഷ്ടപ്പെട്ട് ബാംഗ്ലൂരും മൈസൂരും അവിടെയൊക്കെ പോയി. ഒന്നാമത് അവരൊരു പ്രഗ്നന്റ് ലേഡിയാണ്, അതിനിടയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം നോക്കണം. ഇതൊക്കെ കഴിഞ്ഞ് അവർ ഓരോ സ്ഥലത്തുനിന്ന് പോയി വസ്ത്രങ്ങൾ ഈ ജുവലറി എടുത്തുകൊണ്ട് വരുന്നു, അത് അവർ തന്നെ പ്രൊമോഷൻ നടത്തുന്നു. ഈ നിറവയറുമായി ഇരുന്നാണ് അവർ പല വീഡിയോയിലും പ്രൊമോഷൻ ചെയ്യുന്നത്. അതിൻ്റെതായ സ്ട്രെസ്സും മാനസിക ബുദ്ധിമുട്ടും ഒക്കെ അവർക്കുണ്ട്. അപ്പോൾ ഈ ജോലിക്കാരെ വിശ്വസിച്ചാണ് അവർ ആ സ്ഥാപനം ഏൽപ്പിച്ചിട്ട് പോകുന്നത്. ഒരു CCTV ദൃശ്യം പുറത്തു വന്നു, അതിൽ കൃത്യമായി കാണാം അവിടുത്തെ QR കോഡ് എടുത്ത് മാറ്റി വെക്കുന്നു ഒരു ബുക്കിന്റെ അടിയിലേക്ക്. എന്നിട്ട് ഇവരുടെ ഫോണിലെ QR കോഡ് കാണിച്ചു കൊടുക്കുന്നു. എന്ത് കള്ളം! അതായത് നമ്മളൊരു സ്ഥാപനത്തിൽ നിന്ന് ഒരു സ്ഥാപനത്തിൽ ഒരു വ്യക്തിയുടെ ആരെടുത്ത് നിന്നാലും 1 രൂപ നമ്മൾ പറ്റിച്ചെടുത്താൽ അത് 10,000 രൂപയായി നമുക്ക് പോകുമെന്നുള്ളതാണ്. അതുമായിട്ട് വിശ്വാസവഞ്ചന എന്ന് പറയുന്നത് മറ്റെന്തിനേക്കാളും ക്രിമിനൽ കുറ്റമാണ്. ഇവർ വിചാരിക്കുന്നത് ഈ ജാതി അധിക്ഷേപം എന്ന് പറയുന്നത് ജാമ്യമില്ലാ വകുപ്പും ക്രിമിനൽ കുറ്റവുമാണ്. അപ്പം ഇത് വയ്ക്കുമ്പോൾ ഇവർക്ക് ജാമ്യം കിട്ടത്തില്ല, ഇവരെ ക്രിമിനൽ കേസിൽ പെടും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആ വഴിക്ക് തിരിഞ്ഞു പോകും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ദിയ കൃഷ്ണയുടെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഇന്നലെ വരെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ പിന്നെ വാ തുറക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. തട്ടിക്കൊണ്ടുപോയാൽ അവിടെ ആ നാടകം പിന്നെ പൊളിഞ്ഞു. അപ്പൊ അതോടുകൂടി അത് തീർന്നു. പിന്നീട് ഈ പൈസയുടെ കാര്യം, നികുതി വെട്ടിപ്പ് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി അന്വേഷിക്കട്ടെ. ദിയ കൃഷ്ണ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അംബാനി ആണെങ്കിലും നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പുറത്തു കൊണ്ടുവരണം. അത് അന്വേഷിക്കുക തന്നെ വേണം. പക്ഷേ എന്തിനാണ് ദിയ ചോദിച്ച ഉടനെ ഇവർ 8 ലക്ഷത്തിന് മുകളിൽ തുക ദിയയ്ക്ക് നൽകിയത്? ഇവർ തട്ടിപ്പ് വെട്ടിപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ ദിയ ചോദിച്ചപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ 50,000 രൂപ വീതം എടുത്തു ചേച്ചി, ഓരോരുത്തർ 50,000 രൂപ. അപ്പൊ തന്നെ 1.5 ലക്ഷം രൂപയായില്ലേ? 1.5 ലക്ഷം. അപ്പൊ എത്ര രൂപ? ഓഗസ്റ്റിലാണ് ഇവർ ഈ പരിപാടി തുടങ്ങിയതെന്ന് അഹാനയുമായി ഒരു വീഡിയോ ചെയ്യുന്ന വീഡിയോ ഇവരുടെ പേജുകളിൽ ഇവരിട്ടിട്ടുണ്ട്, ഈ കൃഷ്ണകുമാറിന്റെ മക്കൾ. അപ്പൊ അതിൽ തന്നെ പറയുന്നത് ഓഗസ്റ്റ് മുതലാണ് ഇവർ ഈ പരിപാടി ഈ തട്ടിപ്പ് തുടങ്ങിയത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 27-ാം തീയതിയാണ് ദിയ കൃഷ്ണ ഇത് അറിയുന്നത്. 27-ാം തീയതി അറിഞ്ഞിട്ടാണ് പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. മെയ്, ജൂൺ, അപ്പോൾ 8 മാസത്തോളം ഈ സ്ഥാപനത്തിന്റെ ഉടമ അറിയാതെ ഇവർ ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയെന്ന് പറയുമ്പോൾ ഇവരാരും ചില്ലറക്കാരികളല്ല. ഒരു സ്ഥാപനം വിശ്വസിച്ച് ഒരാളെ ഏൽപ്പിക്കുന്നു, ആ കൃത്യമായി ശമ്പളം കൊടുക്കുന്നുണ്ട്, ഇവർക്ക് ഇൻക്രിമെന്റ് ഉൾപ്പെടെ കൊടുക്കുന്നുണ്ടെന്നാണ് ഇവർ തന്നെ പറഞ്ഞത് ചാനലിൽ വന്നിട്ട്. എന്നിട്ട് ആ സ്ഥാപനത്തിൻ്റെ ഉടമ ഇങ്ങനെ പറ്റിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇനി ദിയയുടെ ഭാഗത്തുനിന്ന് നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കണം. ഇവരുടെ ഭാഗത്തുനിന്ന് തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കണം. കാരണം ഇത്തരക്കാരെ ജോലിക്കെടുക്കുന്ന ആ സ്ഥാപനങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നവർ പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. നാളെ ഇതുപോലെ മറ്റുള്ളവരും ചെയ്തു തുടങ്ങിയാൽ ഏതെങ്കിലും സ്ഥാപനത്തിന് നിലനിൽപ്പുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഒരു വിശ്വാസ്യതയോടെയാണ് ജോലിക്കാരെ വെക്കുന്നത്. മാത്രമല്ല ഈ ജോലിക്ക് കുറഞ്ഞ ദിവസ
മാസക്കൂലി എന്നുള്ള രീതിയിലാണ് ഇവർ പോകുന്നത്. മാസശമ്പളം ആയിരിക്കാം, പക്ഷേ അത്രയും കുറഞ്ഞ വേതനത്തിന് പോകുന്നത് എന്തുകൊണ്ടാണ്? കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം, തൻ്റെ ഫാമിലിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, ഈ ചിന്തയുടെ അവിടെയാണ് സ്ഥാപനം കൊടുത്ത QR കോഡ് ഒളിപ്പിച്ച് വെച്ചിട്ട് സ്വന്തം ഫോണിലെ QR കോഡ് കൊടുക്കുന്നു. ഇത് കണ്ടെത്തിയ ചില ആളുകൾ നേരിട്ട് ഇവരോട് ചോദിക്കുമ്പോൾ അതിന് കള്ളത്തരങ്ങൾ പറയുന്നു. ഇത് ചോദിക്കുന്ന മുതലാളിയോട് ഇവർ തെറ്റ് മോശമായി പറയുന്നു. മുതലാളി എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് വളരെ മോശക്കാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ കാണിച്ച കള്ളത്തരങ്ങളെല്ലാം ഒന്നിന് പുറകെ ഒന്നായി പൊളിഞ്ഞു വീഴുകയാണ്. ഈ പൊളിഞ്ഞു വീണപ്പോൾ ഇവർ പറയുന്ന പോലെ 50 മുതൽ 60 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ പരിശോധിച്ചാൽ അറിയാൻ പറ്റും. കാരണം ഈ പണം കൊടുത്ത ആളുകളുണ്ടല്ലോ, അവരിപ്പം വലിയ ഓർഡർ, ഇപ്പോൾ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്കാണ് സാധനം എടുത്തതെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഇന്നത് കൊടുത്തു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അവരുടെ മൊബൈലിലും ഉണ്ടാവും. ഈ മൊബൈലിലെ രേഖകൾ പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർ വീണ്ടും വിട്ടും. എന്തായാലും ഈ 3 പെൺകുട്ടികൾ കാണിച്ചത് വളരെ മണ്ടത്തരമാണ്. ആ ഒരു മുതലാളിയെ വഞ്ചിക്കുന്ന കുറ്റമാണ്. അവർ പോലീസിൽ കേസ് കൊടുത്തപ്പോൾ മീഡിയ അവർക്കൊപ്പം നിന്നു. എന്നാൽ ഈ ദിയയുടെയും ദിയയുടെ അച്ഛൻ്റെയും നിലപാടുകൾക്കൊപ്പം നിൽക്കാനായിട്ട് ഇപ്പോഴും മീഡിയ മടുക്കുന്നു. ഒരുപക്ഷെ അയാളൊരു BJP പ്രവർത്തകനായതുകൊണ്ടായിരിക്കാം അല്ലേ? സത്യമുണ്ടെങ്കിലും BJP-കാരോട് മീഡിയയ്ക്ക് വളരെ ഒരു വിരുദ്ധതയുണ്ടല്ലോ, ഒരു മുഖംതിരിപ്പ് നിലപാടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും കണ്ടത്. എന്തായാലും ഈ ഇത് സത്യാവസ്ഥ ഇനിയും വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരും. പോലീസ് അന്വേഷണം കൃത്യമായിട്ട് പോകുന്നുണ്ട്. ഈ 3 പെൺകുട്ടികൾ ഈ പണം തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അവർ അത് കൃത്യമായിട്ട് ഇവർക്ക് തിരിച്ചു കൊടുക്കുക. വിശ്വസിപ്പിച്ച് ഒരു കട ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മുതലാളിയെ ചതിക്കുന്ന ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് പോയാൽ അത് എത്ര മോശമാണെന്ന് ഇപ്പോൾ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു. കാരണം സമൂഹ മാധ്യമങ്ങൾ അത്രത്തോളം ശക്തമാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഈ വീഡിയോകളെല്ലാം തന്നെ പുറത്തു വന്നത് അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.